അങ്ങനെ കുട്ടിക്കാനം കട്ടപ്പന പാത യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കിഫ്ബി മുഖേന 235 കോടി ചെലവഴിച്ചാണ് പദ്ധതി ഒരുങ്ങിയത്. ബോളിവുഡ് താരം മിലിന്ദ് സോമൻ നയിക്കുന്ന ഹിൽ ഹൈവേ റൺ വൻ ജനപങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. കുട്ടിക്കാനം മരിയൻ കോളേജിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ചപ്പാത്തിലാണ് സമാപിച്ചത്. ഇപ്പോൾ കട്ടപ്പനയിലെ വേദിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിനെ, മിലിന്ദിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, 10-60 വയസ്സുണ്ട്. അദ്ദേഹം ഫിറ്റ്നസ് ഫ്രീക്കാണ്. അയാൾ നമ്മുടെ പാതയിലൂടെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാത ലോകശ്രദ്ധയും ഇന്ത്യൻ ശ്രദ്ധയിലേക്കും വരിക എന്നുള്ളത് കൂടിയാണ്. എന്താണ് പാതയുടെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഷാമിലി, അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെയാണ് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള മലയോര ഹൈവേയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സോമൻ മലയോര ഹൈവേയിലൂടെ ഓടിയത്. രാവിലെ 7 മണിക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 20 കിലോമീറ്റർ ദൂരമാണ് മിലിന്ദ് സോമൻ ഓടിയത്. ഓട്ടം ദീർഘദൂര ഓട്ടമായിരുന്നു. ആ ദീർഘദൂര ഓട്ടത്തിലെ മനോഹാരിതയൊക്കെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വർണ്ണിക്കുകയും ചെയ്തു. ലോകോത്തര നിലവാരമുള്ള ഒരു പാതയും കാഴ്ചകളുമൊക്കെയാണ് ഇവിടെയുള്ളത്. മുമ്പും കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇടുക്കിയിലെ ഇത്തരത്തിലൊരു കാഴ്ച അത് അതിമനോഹരമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രി റോഷി അഗസ്റ്റിനും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അതുതന്നെയാണ് പറഞ്ഞത്. ഈ കൂട്ടയോട്ടത്തിന് ഒപ്പം ഉണ്ടായിരുന്നത് വനിതാ ബൈക്ക് റൈഡർമാരും റോളർ സ്കേറ്റിംഗ്, അതോടൊപ്പം സൈക്ലിംഗ് താരങ്ങൾ തുടങ്ങിയ ആളുകളൊക്കെയും ഇതിനെ അനുഗമിച്ചിരുന്നു. ബുള്ളറ്റ് റൈഡർമാർ എന്നിവരുൾപ്പെടെയുള്ളവർ ഇതിനെ അനുഗമിച്ചിരുന്നു. വലിയ ജനപങ്കാളിത്തം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അല്പം മുമ്പാണ് ഈ റൺ ഇവിടേക്ക് മലയോര ഹൈവേയിൽ നടത്തി വന്ന റൺ ഇവിടെ കട്ടപ്പനയിൽ എത്തിച്ചേർന്നത്. ചില പദ്ധതിയുടെ ഉദ്ഘാടനങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ നടക്കുക. മന്ത്രി മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ മന്ത്രി ബി ബാലഗോപാലും ഇത് ഓൺലൈൻ വഴിയാണ് ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇവിടെ ഇപ്പോൾ അധ്യക്ഷത വഹിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചതിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു മിലിന്ദ് സോമൻ. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ പലയിടങ്ങളിലുമൊക്കെ അദ്ദേഹം ഓടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടുത്തെ ഈ ഇന്നത്തെ മാരത്തൺ റണ്ണ് അത് വളരെയേറെ പ്രാധാന്യമുള്ളതും പ്രത്യേകത അറിയിക്കുന്നതുമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ആധുനിക നിലവാരത്തിൽ ഈ നിർമ്മാണം പൂർത്തീകരിച്ച മലയോര ഹൈവേയുടെ ലോകശ്രദ്ധ ആകർഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. നിരവധി വിനോദസഞ്ചാരികളെ ഭാവിയിൽ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുക എന്നതുകൂടി ഈ കൂട്ടയോട്ടത്തിൻ്റെ ലക്ഷ്യമായിട്ടുണ്ട്. ഈ അല്പം മുമ്പ് ഈ കൂട്ടയോട്ടത്തിന് ശേഷം ചപ്പാത്തിൽ വന്നാണ് ഈ മലയോര ഹൈവേ തുറന്നു കൊടുത്തത് യാഥാർത്ഥ്യമായത്. അതിനുശേഷം ഇപ്പോൾ ചില മറ്റു പദ്ധതികളുടെ ഉദ്ഘാടനം കൂടിയാണ് കട്ടപ്പനയിൽ നടക്കുന്നത്. അതിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ പ്രധാനപ്പെട്ട പരിപാടിയിൽ മിലിന്ദ് സോമനും പങ്കെടുക്കുന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വേദിയിൽ അദ്ദേഹമുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം തുടരുകയാണ്. ഷാമിലി, ആൽവിനാണ് വിവരങ്ങൾ നൽകുന്നത്. കുട്ടിക്കാനം കട്ടപ്പന പാത യാഥാർത്ഥ്യമായി. ഇവിടെ ഒരു പൊതുചടങ്ങ് നടക്കുകയാണ്. മിലിന്ദ് സോമൻ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. വളരെയേറെ സന്തോഷവും ഈ മലയോര ഗ്രാമത്തിന്റെ അഭിമാനം നിറഞ്ഞ ഒരു നിമിഷം. ആൽവിന് ഇതൊരു മികച്ച നീക്കമായിരുന്നുവല്ലോ ശരിക്കും. കാരണം മിലിന്ദിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവരിക, ഇങ്ങനെ ഒരു പാത പണിതതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നൊക്കെ സത്യത്തിലൊരു മികച്ച നീക്കമായിരുന്നു അല്ലേ? സംസാരത്തേക്കാൾ കൂടുതൽ സ്വാഭാവികമായും സർക്കാർ പരിപാടിയുടെ ഒരു പൂർത്തീകരണം എന്ന നിലയിലാണ് ഈ ഹൈവേയുടെ പൂർത്തീകരണം ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ 235 കോടി രൂപയുടെ മുതൽ മുടക്കിക്കൊണ്ടാണ് ഈ മലയോര ഹൈവേ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയും അവിടെ നിന്ന് ദേവികുളത്തേക്കുമാണ് ഈ പാത വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള പാതയുടെ ഏതാണ്ട് പൂർണ്ണമായും ഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അല്പം കൂടി ചിലയിടങ്ങളിൽ ജോലികൾ പൂർത്തീകരിക്കാനുണ്ട്. അതിനുശേഷം തുടർന്നുള്ള റീച്ച് അതും ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. അത് ദേവികുളത്തേക്കാണ് റീച്ച് പോവുക. അങ്ങനെ കുട്ടിക്കാനം മുതൽ ദേവികുളം വരെ ഈ ഇത്തരത്തിലുള്ള ഒരു മനോഹരമായൊരു പാത, ഒരു റോഡ്, ഒരു മലയോര ഹൈവേ എന്ന പേരിൽ വരുന്ന റോഡ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാനത്തെ പലയിടങ്ങളിൽ ഈ മലയോര ഹൈവേകളുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ കുട്ടിക്കാനം മുതൽ ദേവികുളം വരെയുള്ള ഈ റോഡ് കടന്നു പോവുക. വളരെ മികച്ച രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികളാണ് ഈ റോഡ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ റോഡിൻ്റെ ചെലവും ഒക്കെയും ഈ കിഫ്ബി മുഖാന്തരമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മനോഹരമായി റോഡിൻ്റെ ഇരുവശങ്ങളിലെ ഓടകൾ ഒക്കെയും അത് പ്രത്യേക മാതൃകയിലൊക്കെയാണ് അത് നിർമ്മിച്ചിട്ടെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വഴി എന്ന് പറയുമ്പോൾ നേരത്തെ വലിയ തോതിൽ ഈ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ വളരെ കൃത്യമായി അത് പരിഹരിച്ച് കൃത്യമായി നഷ്ടപരിഹാരം നൽകി അങ്ങനെയാണ് ഈ റോഡ്
റോഡ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ലോക നിലവാരത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒന്നാണ് എന്നതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അവകാശവാദം. അത്തരത്തിലുള്ള ഒരു കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമുക്കറിയാവുന്നതുപോലെ ചില ആകാശ ദൃശ്യങ്ങളെ കാണുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങളിൽ വെല്ലുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചയിലൊക്കെയും പറയാൻ കഴിയുക. ഏതായാലും അഭിമാനകരമായ നേട്ടം. ഏറെ കാലത്തിന് ശേഷം ഈ പാത അങ്ങ് പൂർത്തിയായിരിക്കുന്നു. മിലിൻ സോമൻ വന്ന് അതിലൂടെ ഓടിയിരിക്കുന്നു. മികച്ച റോഡുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു.